മതിയടാ. ആശാനൊക്കെടുത്ത് വെട്ടുവോ നീ? അല്ലേ, ആശാൻ കാണാതെ കുടിക്കുന്നത് അങ്ങേരോടുള്ള ആദരവ്. നിങ്ങളെയും അതുപോലെ കാണേണ്ട കാര്യം എനിക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. എടാ പപ്പ, നീയൊക്കെ പാത്തും പതുങ്ങിയും കണ്ണു മോന്തി തെന്നി തെറിച്ച് നടക്കുന്നതേ ആ മനുഷ്യന്റെ കാശുണ്ടാ. ദിവസം 3 നാഴി അരിയും 5 കിലോ മാട്ടിറച്ചിയും 6 കോഴി എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖവാ. ഞാനും എന്റെ മോൾ അനുഭവിക്കേണ്ട കാശാ നീയൊക്കെ കള്ളും കാടിയായിട്ട് ഉള്ളിലോട്ടങ്ങ് ഇറക്കുന്നത്. ഓ, ഈ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? തള്ളേ, ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോവും. കണ്ടോ? ഞാൻ പോണ ആശാനെ. ഒന്നുമില്ല, ഞാൻ പോണു. സംഗതി മുഴുമിക്കാൻ അവിടെ പോയാലോ പപ്പാ? താൻ മുഴുങ്ങോ വിഴുങ്ങോ എന്ത് വേണേ ചെയ്യും, ഞാൻ പോവാ. എന്താ കാര്യം? ആ തള്ള തീറ്റ പണ്ടാരങ്ങളുടെ ലിസ്റ്റ് പറയാൻ തുടങ്ങി. പിന്നെ പറയണ്ടേ, മൂവത്തേക്ക് തുടങ്ങി ആ പപ്പാസും കന്നാസുമായിട്ട്. വെളുപ്പാങ്കാലാവുമ്പോഴെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ഞാൻ പോയിക്കോളാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പറഞ്ഞില്ലെങ്കിലേ അപ്പുറത്ത് ഞാനും എന്റെ മോളും ഉള്ള കാര്യം നിങ്ങൾ അങ്ങ് മറക്കും. അവക്ക് ഗുളിയും കയറിയിരിക്കുക, നിങ്ങളവിടെ ഇല്ല, നേരം കുറെ ആയില്ലേ, പോയേക്കാം. ആ തിരക്കാൻ മറന്നു. ഭരതൻ അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ഇത് 2ാം വർഷം അവൻ ഇറങ്ങിപ്പോയിട്ട്. ആരെയും കത്തി ചങ്കെ കുത്തി ഇറക്കിയാലും ഇത്രയും വേദന കാണില്ലായിരുന്നു. ഞാൻ തിരക്കുന്നുണ്ട് എന്റെ വഴിക്ക്. ഒന്നുമില്ലേ, എവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമല്ലോ. ഒന്നേ നമ്മള്, അല്ലേൽ അവൻ. 2-1 ഇന്നിവിടെ അറിയണം. 2-1 പറയാൻ എളുപ്പമാ. അച്ഛൻ കണ്ണു തുറന്ന് നോക്ക്. ചാത്തൻ കോളനി മുഴുവൻ അയാളുടെ കൂടെ നിൽക്കും, പോലീസും പട്ടാളവും ഉൾപ്പെടെ എല്ലാം. ഞാൻ ചോദിക്കട്ടെ, തിളച്ചിളകി നിൽക്കുന്ന അച്ഛന് ഇപ്പൊ അയാളെ പോയി വെട്ടാമോന്ന്? പറ്റില്ല. ഇപ്പൊ നമുക്കെന്നല്ല ആർക്കും. ഞാൻ പറയട്ടെ വേലായുധേട്ടാ, കൈമിടുക്കും പിൻബലം വെച്ച് നോക്കിയാ വെട്ടുകാരനെതിരായിട്ട് ആരുമില്ല ഇവിടെ. പിന്നത്തെ പണി ചന്തുവിന്റെ വകുപ്പാ, ചതി. അതിന് പറ്റിയത് ഒരുത്തനെയുള്ളൂ കോളനിയില്. അണലി തോമ. എത്ര നേരം? 8 കഴിഞ്ഞു. നേരം വെളുത്തല്ലേ? ഒരൊറ്റ ചവിട്ട് വെച്ചതാണല്ലോ. എടാ എണീക്കാൻ. എന്നതിനാ? അത് പറയാം. കാര്യം പ്രശ്നമല്ലോ? ആ പ്രശ്നം തന്നെ. എന്താ, പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എങ്കിൽ അത് മാറ്റാനുള്ള പണി ആദ്യം ചെയ്യാം. കോളൊക്കുന്ന പണിയാടാ, നിനക്ക് ചെയ്യാൻ പറ്റുമോ? വരമ്പ് നിർത്താതെ കാര്യം പറടാവേ. പറയാം. ആദ്യം നീ 2 വിട്. നാളെ അവൾക്ക് സ്വർണം എടുക്കണം. വെട്ടിനും കുത്തിനും ഇടയില് അത് മറക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടോ? സ്വർണവും പണ്ടവും ഒക്കെ പിന്നെ. നാളെ കാസർഗോഡ് വരെ പോണം. ഭരതൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ഈ മനുഷ്യന് അസത്തിനെ പറ്റിയ വിചാരമുള്ളൂ. ഞാനും എന്റെ മോള് എവിടെ പോയി ചത്താലും ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. എപ്പോ നോക്കിയാലും ഭരതൻ. എന്നിട്ട് എന്തായി? അച്ഛന്റെ മുഖത്തടിച്ചവൻ ഒഴിച്ചോടിയോ? നീ ഒറ്റയാള് കാരണമാ. നിന്റെ ആട്ടും തുപ്പും കേട്ട് മടുത്തിട്ടാ അവൻ. ആമ്പ്രന്നോനെ, 2 കുത്തുകൊണ്ട് മടുത്തിട്ട് അവൻ ഒളിച്ചോടിയതെങ്കിൽ ഇനി അവൻ തിരിച്ചു വരില്ല. കാര്യം ഈ പദ്മാക്ഷിക്ക് ജീവനുണ്ടെങ്കിൽ അവൻ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. വേലായുധനെ വെട്ടിക്കൊന്നു. ആശാന്റെ പയ്യനാ. ഇന്നലെ ബോട്ടിൽ പണിക്കേറിയ ജോണി. എവിടാ സംഭവം? കായൽക്കരയില്. അവന്റെ ജീവൻ ഞങ്ങൾ എടുക്കും. ആശാനോട് പറഞ്ഞിട്ടാകാമെന്ന് വെച്ചിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും പ്രശ്നം പരത്തണ്ട. ഞാൻ വരിക. ഈ രാത്രിയിൽ അച്ഛൻ എങ്ങോട്ടും പോവണ്ട. അല്ലേ തന്നെ ഇവിടെ. എനിക്ക് വേണ്ടി ആരും തീരുമാനിക്കണ്ട.
ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളിടത്ത് പോവും വരും. വാതിലടച്ചോ, വരാ. നീ പിള്ളേരെ ആരേലും പറഞ്ഞു വിട്ട് ആ പപ്പനെ മൂസയെ ഒന്ന് വിളിപ്പിക്കേ. ഇങ്ങനെ ഒരു കളി അല്ലേടാ? അതെ, ഒരു കരയിലുള്ള നമ്മൾ തമ്മില് ഇനി ഒരു വഴക്ക് വേണോ? വേണോ വെട്ടുകാരാ? അല്ല, ഇത്രയും ചെറിയ ഈ കോളനിയില് എന്തിനാ രണ്ട് ദാതാമാര്? കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തീർക്കണം. വെട്ടുകാരൻ ആരെയും വിശ്വസിക്കും, വഞ്ചിക്കുമെന്ന് അറിയുന്നിടം വരെ. ഞാൻ ഒരുത്തം മതി എല്ലാത്തിനും വീഴ്ത്താൻ. ആര് വീഴുവെന്ന് എനിക്കിപ്പോ അറിയണം. പിന്നെ ഈ കോളനി രാഘവ, എന്നും നോക്കണ. വെട്ടുകാരൻ ചത്തു. വെട്ടുകാരനെ കൊന്നടാ. എന്റെ മോൻ രാഘവൻ കൊന്നു. ചൂടവെള്ളവും പോയി സാക്ഷി വേണ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, സാക്ഷി പറയാൻ പോകുന്നവൻ ചെറുക്കുളം മാവ് വെട്ടിട്ടേ പോകാവൂ. അസലേ 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 ചതിയായിരുന്നു. ചതി പകരം അവർ ചതിക്കുകയായിരുന്നു. ആശാനെ അവർ കൊന്നു. രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് മുറിവുറുപ്പും ചീറ്റിലും ഒക്കെ കാണും. അത് കഴിയുമ്പോ കോളനി മൊത്തമായിട്ടൊന്ന് ഇളക്കണം. അത് നീ ഒതുക്കി തീർക്കുന്ന പോലെ വരുത്തണം. അപ്പൊ നീ പറയുന്ന പോലെ ചാത്തൻ കോളനി വളയും, പിന്നെ ഒടിയും. പോലീസ് പ്രശ്നം വല്ലതും അല്ല, അണലി വല്ലതും വിളിച്ചു പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. അതോർത്ത് നീ ബേജാറാവണ്ട. 2 ദിവസം കഴിയുമ്പോ ചന്തയിൽ കൂടി ഒന്ന് കറങ്ങണം. ആൾക്കാരെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വരട്ടണം. അത് മതി. അങ്ങനെ നീ ഒരു ദാതയാകും. ഒരു 120
ആദ്യം പറ്റ തീർത്ത് കാശതാ, എന്നിട്ട് തരാം ഇനി വണ്ടണ്ടി. നീ ഇന്നത്തെ കൂടി കൊററി കസ്തൂരി, അവൻ കടം തീർത്തില്ലേ ഞാൻ കുത്തിന് പിടിച്ചു നിർത്തി വേണ്ടിച്ചു തരാം. എടാ മൂസ, നീയൊക്കെ ഈ കത്തിയും കൈക്കോട്ടും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യാ? വെട്ടുകാരനെ എവിടെയൊക്കെ അയാൾക്കറിയാൽ ഒതുക്കിയില്ലേ? ഈ തള്ളക്ക് വെട്ടും കുത്തല വേറെ ഒന്നും പറയാനില്ലേ? ദേ കളവി, വല്ലവരെയും കുപ്പിയിലിറക്കി മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. ആശാനെ തട്ടിവരെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കി നോക്കി. എടാ പാപ്പാ, വള്ളിനിക്കിറിട്ട് മൂക്കളായി ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാലം തൊട്ടേ ഞാൻ നിന്നെ കാണുന്നതാ. വെട്ടുകാരനാശാന്റെ കള്ളും കോഴിയും തിന്നാനല്ലാതെ നിനക്കൊക്കെ ഗുണ്ടാപ്പണി അറിയാമോടാ? ഇനി നീയൊക്കെ അയാളെ കൊന്ന രാഘവന്റെ കൂടെ ചേർന്നില്ലെങ്കിലേ ഉള്ളൂ. അയ്യോ, അയ്യോ. എടാ, നീ എന്റെ മുമ്പിൽ തട്ടിയെടുക്കും അല്ലേടാ? ഇനി വണ്ടന്റിന്നും പറഞ്ഞ നീ മുറുക്കാൻ ഇങ്ങോട്ട് വാ. നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അവൻ ചൊറിയാൻ കത്തിയെടുക്കും, അവൻ കത്തിയും കൊണ്ട് നടക്കുന്നത്. ശവം കൊട്ടക്കോരി കൊണ്ടുവരുന്ന ഉള്ള കാലത്തോളം എനിക്കൊരു കയറാൻ പറ്റും തോന്നില്ല. അത് ഞാൻ തട്ടട്ടെ. ആശാന്റെ ശിഷ്യന്മാർ എന്തു പറയുന്നു? നീ എന്താടാ ചോദിച്ചേ? ശിഷ്യന്മാർ എന്ത് പറയണമെന്നോ അറിയണോടാ നിനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അത് പുറത്ത്. എന്റെ കുപ്പിനാശം പൊട്ടിച്ചേക്കരുത്. ഓടോ. ആശാനെ പറ്റി പറയാൻ നീ ഒന്നും മറന്നിട്ടില്ലടാ. ആശാനോ? എന്തോന്ന് ആശാൻ? ആരുടെ ആശാൻ? എവിടുത്തെ ആശാൻ? ഇത് നീ അന്ന് പറയായിരുന്നോടാ ആശാൻ ഉയരോടെ ഇരിക്കുമ്പോ? അന്നും പറയും, ഇന്നും പറയും, ഇനിയും പറയും. നീ പറയുമല്ലടാ. ഒരു കണക്കിന് അയാൾക്ക് ആ പേര് തന്നെ ചേരുന്നേ, വെട്ടുകാടൻ. ചില്ലറ വെട്ടും കുത്തും കൊണ്ടിട്ടാണ് ചത്തത്. എന്താ പിടിക്കാത്ത? വേണ്ടല്ലേ? അടിക്കണേ. ഭരതൻ Oh!
വെട്ടുവെച്ചോടിപ്പോയ മകൻ ഭരതനാണ് ഈ പറയുന്നത്. വെട്ടുകാടൻ മരിച്ചിട്ടില്ല, മരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോഴും ഈ തെരുവ് വെട്ടുകാടന്റെ ആണ്. അല്ലാതെ തെളിയിക്കാവോ? തെളിയിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരിയാ, വെട്ടുകാടൻ മരിച്ചിട്ടില്ല. ഇതേ നടന്നു പോകുന്നു 28 വയസ്സുള്ള വെട്ടുകാടൻ. മിടുക്കൻ. ഇനി ഈ കോളനിയുടെ ദാത ഭരതൻ തന്നെ.